പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2024-25 അധ്യയന വർഷത്തെ കൊമേഴ്സ് ഏരിയയുള്ള BEd കോഴ്സുകളുടെ അഡ്മിഷൻ നടപടികളുടെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റും അതിന്റെ അഡ്മിഷൻ നടപടികളും അവസാനിച്ചു. ക്ലാസ് തുടങ്ങാൻ പറഞ്ഞ ഡേറ്റ് ജൂലൈ 10 ആയിരുന്നു. ഇനി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് സെക്കൻഡ് അലോട്ട്മെന്റ് ആണ്. ആദ്യം തന്നെ കൊമേഴ്സിന്റെ BEdന്റെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ വരിക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ MCOM 4th സെമസ്റ്ററിന്റെ പരീക്ഷാ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും എന്നുള്ള കാര്യം കൂടി ആദ്യം തന്നെ മുന്നോട്ട് പറയുകയാണ്. അപ്പോൾ കൊമേഴ്സ് വഴിയുള്ളതിൻ്റെ ഇനിയുള്ള അലോട്ട്മെന്റ് പ്രക്രിയ സെക്കൻഡ് അലോട്ട്മെന്റ് ആണ്. സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 17 അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ തൃപ്തികരമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഓപ്ഷനുകൾ ഹയർ ഓപ്ഷനുകളെല്ലാം ഡിലീറ്റ് ചെയ്തുകൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികളും പെർമനന്റ് അഡ്മിഷൻ എടുക്കണമെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള സൗകര്യം കൂടി ഇതിന്റെ കൂടെ നൽകുന്നുണ്ട്. എഡിറ്റിംഗ് 17, 18, 19, 20 തീയതികളിൽ ലഭ്യമാണ്. ഈ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ നടപടികൾ കഴിഞ്ഞതിന് ശേഷം ഓരോ കോളേജിലെയും റാങ്ക് ലിസ്റ്റ് ജൂലൈ 24 പബ്ലിഷ് ചെയ്യും. ജൂലൈ 24 പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് കോളേജുകൾ വിളിക്കുന്ന രീതിയിലായിരിക്കും അഡ്മിഷൻ നടപടികൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട, PWD കോട്ട, മാനേജ്മെന്റ് കോട്ട ഇതുപോലുള്ള കോട്ടയിലേക്കുള്ള അഡ്മിഷൻ അതാത് കോളേജുകൾ തുടങ്ങിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി കോട്ട ആകെ 2 കോളേജിലുള്ളൂ. ഒന്ന് NSS കോളേജ് ഒറ്റപ്പാലവും അതുപോലെ തന്നെ ഫറൂഖ് ട്രെയിനിങ് കോളേജും. ഗവൺമെന്റ് ഫറൂഖ് കോളേജിന്റെ കീഴിലുള്ള ട്രെയിനിങ് കോളേജിലുമാണ് കമ്മ്യൂണിറ്റി കോട്ടയുള്ളത്. ബാക്കി കോട്ട ബേസുള്ള അഡ്മിഷൻ നടപടികൾ അതാത് കോളേജുകളാണ് നടത്തുക. അതിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ ആ കോളേജിലാണ് ഉണ്ടായിരിക്കാം. ആ കോളേജുമായി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഇനിയുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BEd അഡ്മിഷൻ നടപടികൾ. അവസാനം ഇതിന് ശേഷം സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്ന ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കോളേജിലും അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കോളേജിനും റാങ്ക് ലിസ്റ്റ് ഇടും. അങ്ങനെ ഓരോ കോളേജിലെയും റാങ്ക് ലിസ്റ്റിൽ നിന്ന് വിദ്യാർത്ഥികളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് ഈ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാം. നോ എന്ന് പറഞ്ഞാൽ അടുത്ത ആളെ ആ കോളേജ് വിളിക്കും. ഈ രീതിയിലായിരിക്കും ഇതിന്റെ അഡ്മിഷൻ നടപടികൾ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് പറയുകയാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതാത് സമയങ്ങളിൽ നമ്മൾ അതിന്റെ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും.